ഇപ്പോൾ ചർച്ചകളെല്ലാം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് സോഷ്യൽ മീഡിയ തന്നെ തുടക്കം കുറിച്ചു. കേരളവും ഇന്ത്യയും കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മുല്ലപ്പെരിയാർ മാറുമെന്നും ഭോപ്പാൽ വിഷവാതക ദുരന്തത്തേക്കാൾ 10 മടങ്ങ് തീവ്രമായിരിക്കുമെന്നും മുല്ലപ്പെരിയാറിൻ്റെ തകർച്ച സംഭവിച്ചാൽ ഉണ്ടാവുക എന്നുമാണ് ചർച്ചകൾ നടക്കുന്നത്. കേരളം ഭൂപടത്തിൽ നിന്നും അന്യമാകുന്ന കാഴ്ചയാകും അതുമൂലം സംഭവിക്കുക. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ തുടങ്ങിയ മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളെല്ലാം പൂർണ്ണമായും തകരുമെന്നും ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ജീവഹാനി സംഭവിക്കുമെന്നും മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതിയുടെ ചില നായകരുടേതെന്ന രീതിയിലുള്ള വാക്കുകളും ഇപ്പോൾ കൂടുതൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഡാം തകരുന്ന മാത്രയിൽ വരാനിരിക്കുന്ന വാർത്താ തലക്കെട്ട് ഈ രീതിയിലുള്ളതാണ്: മുല്ലപ്പെരിയാർ ഡാം തകർന്നു, 10 ലക്ഷം പേർക്ക് ദാരുണ അന്ത്യം, 10 ലക്ഷം പേരെ കാണുവാനില്ല, ലക്ഷക്കണക്കിന് വാസസ്ഥലങ്ങളും വ്യവസായങ്ങളും തകർന്നു എന്നുമൊക്കെയാണ് ഉണ്ടാവുക എന്ന്. ഡാം തകരുവാനുള്ള കാരണങ്ങളിൽ പ്രധാനം അതിൻ്റെ കാലപ്പഴക്കവും നിർമ്മാണത്തിലെ ആകുലതകളും തന്നെയാണ്. ഒപ്പം കാലാവസ്ഥാ വ്യതിയാനം, പ്രളയം, വെള്ളപ്പൊക്കം, വരൾച്ച, ഭൂകമ്പം തുടങ്ങിയവയും ഡാമിൻ്റെ സ്ഥിതിഗതിയെ ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. 50 വർഷം മാത്രം കാലാവധി പറഞ്ഞ മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ 128 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ചെറിയ ഭൂകമ്പം പോലും മതിയാകും ഡാമിനെ തകർക്കാൻ. ലോകത്തെ ഒരു ഡാമിൻ്റെയും ചോർച്ച അടക്കാൻ കഴിയില്ല എന്നും സൂർക്കി മിശ്രിതവും ചുണ്ണാമ്പും ചേർത്തുള്ള പഴയകാല എഞ്ചിനീയറിംഗ് കാലഹരണപ്പെട്ടിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. 4+ മുകളിലുള്ള ഭൂകമ്പങ്ങൾ ഡാമിനെ തകർത്തേക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതും സുരക്ഷാ ഭീതിയുള്ളതുമാണ് ഈ പറയപ്പെടുന്ന മുല്ലപ്പെരിയാർ. ഏഷ്യൻ എഞ്ചിനീയറിംഗ് വിദഗ്ധർ സമർപ്പിച്ച റിപ്പോർട്ടിൽ റീകണ്ടീഷൻ ചെയ്യേണ്ടി വരുന്ന ലോകത്തിലെ 9 ഡാമുകളിൽ പ്രമുഖ സ്ഥാനത്തുള്ളത് നമ്മുടെ കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാമാണ് എന്നത് അതിൻ്റെ ആകുലത വർദ്ധിക്കുന്ന ഒന്നാണ്. ബർണയിലെ ഡാം തകർച്ച നമുക്ക് മുൻപിലുണ്ട്. മുൻപ് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തകർച്ചാ സാധ്യത ലോക തലത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉയരത്തിൽ ആർത്തലച്ചു പോയ ജലം കടലിൽ പതിച്ച ശേഷം സുനാമി പോലെ തിരിച്ച് കരയിലേക്ക് വന്നതും ബർണയിൽ ഉണ്ടായത് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുല്ലപ്പെരിയാറിനൊപ്പം ഇടുക്കി ഡാമും ലോവർ പെരിയാറും കുളമാവും ഭൂതത്താൻകെട്ടും ചെറുതോണിയും തകർത്ത് 120 TMC വെള്ളം കടലിൽ പതിക്കുമ്പോൾ ആ ജലത്തെ തടുത്തു നിർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഡാം തകർന്നാൽ ഡാമിലെ കല്ലുകളും മരങ്ങളും ചെളികളും തടികളും വാഹനങ്ങളും കെട്ടിടങ്ങളും എല്ലാം കൂടി വെള്ളത്തിൻ്റെ ഫോഴ്സ് ചേരുമ്പോൾ അത് നിർണയിക്കാൻ കഴിയാത്ത അത്രമേൽ ശക്തിയുമായിരിക്കും, അത്രമേൽ വലുതുമായിരിക്കും. നിലവിൽ ആർച്ച് ഡാം 2 സെൻറ്റിമീറ്റർ ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എന്നുവരെയുള്ള പ്രചാരണവും നടക്കുന്നുണ്ട്. ഡാം തകരുമ്പോൾ കൊച്ചിയിലെ BPCL ഉള്ള ക്രൂഡ് ഓയിലിൻ്റെ സംഭരണം തകർന്നാലും അത് വലിയ ദുരന്തം സംഭവിക്കും. അവ കടലിൽ പകരും. അത് കടലിനെയും തകർക്കും. കടൽ സമ്പത്തുകളെ അത് തകർത്ത് കളയും. ഇതുകൂടാതെ എറണാകുളത്തെയും മറ്റു ജില്ലകളിലെയും എല്ലാം വാതക സംഭരണ കേന്ദ്രങ്ങൾ തകർന്നാൽ വിഷവാതകങ്ങൾ സമീപ ജില്ലകളിലെ അന്തരീക്ഷത്തെ കൂടി അത് ബാധിക്കുമെന്നും മലിനമാക്കുമെന്നും അതുവഴി അവിടങ്ങളിലും ദുരന്തങ്ങൾ സംഭവിച്ചേക്കുമെന്നുമുള്ള ആശങ്കകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ ഡാമിന് വളവ് വന്നിട്ടുണ്ടെന്നും ഇത് വ്യക്തമാണെന്നും ഡാമിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനോ രഹസ്യങ്ങൾ ചോരാതിരിക്കാനോ ഒക്കെയാണ് ഈ ഡാമിനടുത്തേക്ക് പ്രദേശവാസികളെ പോലും തടഞ്ഞുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത് എന്നുമൊക്കെയാണ് മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതിയുടെ വാദം. ഇവ ദൃശ്യമായി കഴിഞ്ഞാൽ ജനങ്ങൾ ഭയവിഹ്വലരാകുമെന്നും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് മാധ്യമങ്ങളെയോ മറ്റേതെങ്കിലും സ്വകാര്യ വ്യക്തികളെയോ ഒന്നും അവിടേക്ക് പ്രവേശിപ്പിക്കാത്തത് എന്നും സ്ഥലത്തെ പ്രദേശവാസികൾ പോലും അവിടേക്ക് വിലക്കിയതാണ് എന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട്. ജൂൺ ജൂലൈ മാസങ്ങളിൽ പെയ്ത മഴയെല്ലാം അണക്കെട്ടിൽ നിറഞ്ഞ അവസ്ഥയാണ്. ഇതിന് കൂടെ ഇനി മേഘവിസ്ഫോടനങ്ങളോ മറ്റോ വന്നു കഴിഞ്ഞാൽ പോലും ഡാമിന് ഭീഷണിയാണെന്നും പറയുന്നുണ്ട്. പക്ഷേ ദുരന്തം വന്നാൽ മാത്രമേ രാഷ്ട്രീയ നേതൃത്വം, ഭരണ നേതൃത്വം കണ്ണു തുറക്കുള്ളൂ എന്നും അതുവരെ ഇക്കാര്യം പറയുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയാണ് പതിവെന്നുമാണ് ഇവരുടെ ഭാഷ്യം. ഏതായാലും ലോകത്തിലെ പല ഏജൻസികളും സുരക്ഷിതം അല്ല എന്ന് റിപ്പോർട്ട് നൽകിയ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ സംഭവിക്കുക കേരളം നടുക പിളരുകയാകും. ചെറിയ പ്രകൃതി ദുരന്തങ്ങൾ പോലും താങ്ങാൻ ശേഷിയില്ലാത്ത കേരളം ഈ സാഹചര്യത്തെ എങ്ങനെ അതിജീവിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. അതിന് കാരണം ഡാം തകരുക എന്നാൽ അതിൻ്റെ വ്യാപ്തി ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നതാണ്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് കണ്ണു തുറക്കാം. നമ്മുടെ ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങളും നമ്മോടൊപ്പം കണ്ണു തുറക്കട്ടെ.